ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാനാണ്. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് UAE 53ാമത് നാഷണൽ ഡേ ആഘോഷിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് തന്നെയാണ് മിറാക്കിൾ ഗാർഡനും കാണാൻ വന്നിരിക്കുന്നത്. ഗൈസ്, മിറാക്കിൾ ഗാർഡൻ കാണാൻ വിസിറ്റ് വിസ വരുന്നവർക്ക് 100 ദിർഹംസും, ഇവിടെ UAE റെസിഡൻസിലുള്ള നമ്മുടെ എമിറേറ്റ് സൈഡിൽ ഉള്ളവർക്ക് എത്ര 50 അല്ലേ, 55, 60 ദിർഹംസാണ്. ഇപ്പം ഇന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴാണ് ഓഫർ കിട്ടുക. ഇപ്പം നമ്മൾ ഓൺലൈനിലല്ല, ഇനി അവിടെ ചെന്നാലേ അറിയുള്ളൂ വേറെ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളുണ്ടോയെന്ന്. അപ്പം ഞങ്ങളിത് നടന്ന് ഇത് അവിടെ എത്തണം. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ. 150 മില്യണോ അത്ര സംതിങ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു അലങ്കാരപ്രദമായൊരു ദൃശ്യഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സമ്മാനിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ടിക്കറ്റ് വിശേഷം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അറിയില്ല ടിക്കറ്റ് ഇവിടെ ഇനി ഓഫർ ഇവിടെ വന്നിട്ട് കിട്ടും എന്താണെന്നൊന്നും അറിയില്ല, നോക്കാം. ഇതാണ് മിറാക്കിൾ ഗാർഡൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിത് മിറാക്കിൾ ഗാർഡൻ എത്തിയിരിക്കുകയാണ്. എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ആണ് എടുക്കുന്നത്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് സൺസെറ്റ് പോയിട്ട് തിരിച്ച് ഡാർക്കായി വരുന്നുണ്ടല്ലോ വീഡിയോയിൽ. എത്താനും വൈകിയില്ല, അതാണ്. ഗൈസ്, ഞാനൊരു 2 വർഷം മുന്നേ UAE വന്നപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഞാനിവിടെ വന്നിരുന്നു, എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ വന്നിരുന്നു ഇവിടെ മിറാക്കിൾ ഗാർഡൻ കാണാൻ. കൊടകൾ കൊണ്ട് അലങ്കൃതമായ സ്ഥലം. റെസ്റ്റോറൻറ്റുകളും ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളാട്ടോ ഈ ഭാഗം. കണ്ട പല കളർ കൊട കൊണ്ട് അലങ്കരിച്ച സ്ഥലമാണ് കേട്ടത്. കണ്ട പുണ്യേ, ഇതൊക്കെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എല്ലാവിധ ഇതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഈ കൊട കൊണ്ടുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അല്ല, പല കളർ കൊട കൊണ്ടുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ പൂക്കൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവരെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭംഗി. ഈ ഫ്ലവറിന്റെ സ്മെല്ല് കാണില്ല കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല വൃത്തിയൊക്കെയാണ്. പക്ഷെ ഫ്ലവേഴ്സിന്റെ സ്മെല്ല് എന്താ, സ്മെല്ല് വരാൻ വെച്ചാൽ അവര് പക്ഷെ ഒക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ്. സ്മെല്ല് വരുന്നില്ല. പിന്നെ അവരെന്തൊക്കെയോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കേടാവാണ്ടൊക്കെ ഇത്ര നാൾ കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു 6 മാസം അല്ലേ ഇതിന്റെ കാലാവധി? 6 മാസം കൂടെ മിറാക്കിൾ ഗാർഡൻ ഗ്ലോബൽ വില്ലേജ് ഒക്കെ പോലെ തന്നെ. അപ്പൊ അതിനനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണവരെ സമ്മതിക്കണം. കാരണം അത്ര ഭംഗിക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ട കുതിരയോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മയിലുണ്ട്, മയില് ഇതേവിടെ ഗ്ലോബ് പോലെ മയില്. ഇപ്പൊ വെയിലിത്തിരി ഡൗൺ ആയി തുടങ്ങി, അതിൻ്റെതായ കുറച്ച് ഇതുണ്ടാവും കേട്ടോ വീഡിയോയില്. കാരണം നമ്മൾ ഇത്തിരി നേരം വൈകി എത്തുമ്പോൾ പിന്നെ അവിടെ നിന്ന് ബസ്സിൽ ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നേരം വൈകി. അപ്പം അതിൻ്റെതായ കുറച്ച് ഇത് ലൈറ്റിന് എന്തായാലും ഉണ്ട്. ചെറിയ സൈക്കിള് കാണില്ലല്ലോ.
ഇത് ജൈന്റ് വീല് പോലെ കണ്ടില്ല, നല്ല ഈ വലുത് ചെറുത് അതന്നെ വാട്ടർ വീൽ. ഇവിടെ എങ്കിടൊക്കെ പോകണ്ടേന്ന് മനസ്സിലാവില്ല, കാരണം അങ്ങോട്ട് കിടക്കെ തെറ്റി പോകുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കെ പോകും. അവിടെ സൈക്കിൾ കേട്ടോ നേരെ നടന്നു. ഞാൻ പണ്ടൊരു സൈക്കിളും ഇരുന്നൊരു ഫോട്ടോ എടുത്തിരുന്നത്. അവിടെ എനിക്ക് സൈക്കിൾ ഉണ്ട് അവിടെ. എന്നൊരു സൈക്കിളും ഇരുന്ന് ഫോട്ടോ എനിക്ക് ആ ഓർമ്മ ഒന്നുകൂടി പുതുക്കണം. ആ സൈക്കിൾ അവിടെ ഉണ്ട്. അത് പൂവൊക്കെ ഉള്ള സൈക്കിളാണ്. സ്വപ്നക്കൂടിലെ മീര ജാസിന്റെ സൈക്കിളിനത്. ആ സൈക്കിൾ തപ്പി വന്നത്, പക്ഷെ സൈക്കിൾ ഇവിടെ കാണില്ല ഗൈസ്. ഈ സങ്കടം. ഞാൻ പണ്ടൊരു സൈക്കിളുമ്മ കയറി ഗൈസ്. കുതിരേനെ കണ്ട അതിന് ഗ്രാസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ട്. ഏത് വിൻഡില്? അത് പോവാം നല്ല തിരക്കാട്ടോ. നാഷണൽ ഡയറി തിരക്കണീ കാണുന്നത്. അവിടെ നല്ല നല്ല കെട്ടിടങ്ങൾ കൊണ്ട് ഇതൊക്കെ എടുക്കണം. ഇവിടെ എന്റെ സൈക്കിള് ഞാൻ കണ്ടില്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്റെ സൈക്കിള്. ആനക്കുട്ടൻ അത് അവിടെ ഉണ്ട്. അത് പക്ഷെ ആനക്കുട്ടനെ ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഗൈസ്, ഞങ്ങൾക്ക് എവിടേക്കാ പോകണ്ടേന്ന് അറിയാണ്ട് പെട്ടെന്ന് ഞങ്ങൾ നിൽക്കണം വൈകിട്ട്. കാരണം എങ്ങടാന്നുള്ള ഒരു പിടുത്തം കിട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇപ്പൊ 2 മണിയായില്ലേ? അത് മയ്യനേല് ഉള്ളിൽ ഒരുപാട് നടന്ന് കാണാനുള്ളത് ഉണ്ട് കേട്ടോ. എന്താ ഞാൻ ആ മേലേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് മേലയിൽ കയറി ഇവിടെ ഒരുപാട് ജ്യൂസ് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് ആണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും. പിന്നെ അറിയാലോ, നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ടാവും. ഫ്രൈഡ് ചിക്കൻ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു, കാരണം ഞാൻ ഫ്രൈഡ് ചിക്കൻ്റെ ആളായതുകൊണ്ട് മാത്രം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് കോഫി മേക്കർ, കോഫി ഉണ്ടാക്കുന്ന മെഷീൻ. ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഫാമിലിനെ ഞാൻ മിസ് ചെയ്യുന്നു, കാരണം ഫാമിലിയായിട്ട് ഞാൻ ട്രിപ്പ് ഇവിടെ വന്നായിരുന്നേ. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ അന്ന് വന്നിട്ട് എടുത്തിരുന്നു. ഇവിടേക്ക് വന്നിട്ട് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു. അച്ഛൻ ചേട്ടൻ അമ്മയൊക്കെ ആയിട്ട് വന്നതേ. ഇവിടെ മേലും ഇരുന്ന് കഴിക്കാനുള്ളൊക്കെ സൗകര്യമുണ്ട്. കഴിക്കണം, പക്ഷെ പലതരം ഐസ്ക്രീമുകൾ ഇരിക്കുന്നുണ്ട്. ഗൈസ്, ഞാനൊരു കൊക്കക്കോളയും അപ്പുണ്ണി ഒരു ഫാൻ്റെയും പറഞ്ഞു. ക്ലോക്ക് കണ്ട, ക്ലോക്ക് ലവ് ഫ്രൈ. അവിടെ കോൺ മേളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു. മേളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി എമിറേറ്റ്സ് ഫ്ലൈറ്റിന്റെ കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ ലവ് ഫ്രെയിം ഉണ്ട്. ഗൈസ്, ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് സ്റ്റാച്യു ജീവിക്കുകയാണത്. അങ്ങനെ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. അല്ല, അവരൊക്കെ നിൽക്കണില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഷോ കാണിക്കും. ഇതല്ലേ ഗൈസ്, അല്ലേ? ലൈറ്റ് ഡൗൺ ആയി തുടങ്ങി. അതിൻ്റെതായ കുറച്ച് ഭംഗി കുറവുണ്ടാവും. അപ്പോൾ ഗൈസ്, ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. വീൽ കറങ്ങുന്നു. അങ്ങനെ രാത്രി ആയിരിക്കുകയാണ് ഗൈസ്. മിറാക്കിൾ ഗാർഡന്റെ വേറൊരു ഭംഗി രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ട റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ കടകളിൻ്റെ അടുത്തുള്ള ഷോപ്പുകൾ.
എവിടെയൊക്കെ ഷോപ്പുകളുണ്ട് ട്ടോ ഇഷ്ടമായി. വെള്ളം വീഴുന്ന ഭാഗം കണ്ടില്ലേ? അങ്ങനെ ഗൈസ് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കയറി എല്ലാതും കവർ ചെയ്തു. വീഡിയോസിന് അധികം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോസ് ഭയങ്കര ലെങ്ത് ആവും. ഞാൻ അത്യാവശ്യം നമ്മൾ വീണ്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് പുറത്തിറങ്ങണം. ബുർജിൽ ഫയർ വർക്ക്സ് ബുർജ് നാഷണൽ ഡേ ആയതുകൊണ്ട് ബുർജിൽ ഫയർ വർക്ക്സും കാര്യങ്ങളുണ്ട്. അത് കാണാൻ പറ്റുമെങ്കിൽ കാണണം. ചിലപ്പോൾ തിരക്കും കാര്യങ്ങളായിരിക്കും, അറിയില്ല. ഇനി അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പോണ്. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല. ആ പുണ്ണിക്ക് നല്ലൊരു ഭക്ഷണം മേടിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ. ആ പുണ്ണി പറയും. ഫുഡ് ഇല്ല, ഫുഡ് കഴിക്കാൻ. അത് ഞങ്ങൾ പുറത്തിറങ്ങണ്. നമ്മൾ മിറാക്കിൾ ഗാർഡനോട് വിട പറയുകയാണ്. ഇനിയും വരും ഞങ്ങൾ. ഓക്കെ. അപ്പോൾ ഗായ്സ് ഞങ്ങളിത് പുറത്തിറങ്ങി. ഇനി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം. മിറാക്കിൾ ഗാർഡനിൽ നിന്ന് കൊണ്ടുവരാൻ ബസ്സുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ബുർജ് ഖലീഫ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല ബുർജ് ഖലീഫയുടെ കാര്യം, തിരക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇനി നേരെ ബുർജ് ഖലീഫയിൽ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോ. ബുർജ് ഖലീഫയിൽ എത്തിയിട്ടല്ലെങ്കിൽ ബുർജ് ഖലീഫ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ബുർജ് ഖലീഫ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട വീഡിയോ. ഗൈസ് ഞങ്ങളിപ്പോൾ ദുബായ് മാളിൽ ബുർജ് ഖലീഫയുടെ വഴി അന്വേഷിച്ച് നടക്കണം കേട്ടോ. ഇവിടെ ദുബായ് മാള് വന്നതാണ് പ്രശ്നം. ബുർജ് ഖലീഫയുടെ വഴിയും കിട്ടില്ല. കുറേ നടന്നു, കുറേ തപ്പിപ്പിടിക്കണം എന്നുള്ള കാര്യം. ബുർജ് ഖലീഫയുടെ വഴി നോക്കട്ടെ. ഗൈസ് ഫൈനലി അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയിൽ എത്തിയിരിക്കുകയാണ്. നാഷണൽ ഡേയുടെ ഫ്ലാഗ്. ഖലീഫ ഇവിടെയാണ് ബുർജ് ഖലീഫ കണ്ട. അവിടെ നിന്ന് എല്ലാം ഇരുന്ന് ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് ലൈറ്റ് ഷോ ഒക്കെ ഇപ്പോൾ തുടങ്ങും. കുറച്ച് നേരം കൂടി ഇടവിട്ട് ലൈറ്റ് ഷോകൾ ഉണ്ടാവും. ദേ ഗൈസ് വാട്ടർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നു ബുർജ് ഖലീഫയിലെ. നമ്മൾ തിരിച്ചു പോണ്. കാരണം ഇന്ന് ഫയർ ഷോ ഇല്ല, ഫയർ വർക്ക് ഇല്ല. കാരണം അത് ഗൂഗിളിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോൾ. അപ്പോൾ ഇന്ന് ലൈറ്റ് ഷോയും വാട്ടർ ഷോയും കണ്ടു. ഇനി 11 മണിക്കൊക്കെയാണ്. അപ്പോൾ ന്യൂ ഇയറിന് മാത്രമേ ഫയർ വർക്ക്സ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഈ നാഷണൽ ഡേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു. തെറ്റായിട്ട് എടുക്കണമെന്ന് ഗൂഗിളിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണ്. അപ്പോൾ ഇനി വീഡിയോ ഇല്ല, ഇവിടെ വെച്ച് ഞങ്ങൾ ഇൻ്റർഫെയിൻ അല്ലേ. ബൈ ഫ്രം കീർത്തി നിതീഷ്.